ദിവസങ്ങൾ നീണ്ട വിവാദത്തിന് ഏറെക്കുറെ അവസാനമാകുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റും. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരിക്കും സിനിമയുടെ പേര് ഇനി മുതൽ അങ്ങോട്ട്. അതുപോലെ തന്നെ ജാനകി എന്ന് പറയുന്ന രണ്ട് രംഗങ്ങൾ മ്യൂട്ട് ചെയ്യും. അങ്ങനെ സെൻസർ ബോർഡ് ഏറ്റവും ഒടുക്കം കൊടുത്ത ചില പ്രപ്പോസലുകൾ പ്രൊഡ്യൂസർമാർ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി വ്യവഹാരം ഇതോടെ അവസാനിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ എഡിറ്റ് ചെയ്ത വെർഷന്റെ സെൻസറിംഗ് അടക്കം പൂർത്തിയാക്കി പുറത്തിറക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകരടക്കം നേരത്തെ പങ്കുവച്ചത്. നമ്മോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു വിഷ്ണു, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ വിശാലമായ അർത്ഥത്തിലേക്കൊന്നും വാദങ്ങൾ പോയിട്ടില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടെ ഒരു പ്രിസൈസ് ആയ വിഷയമുണ്ട്. സിനിമ എന്ന ഇൻഡസ്ട്രി ഉണ്ട്, അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അതിൽ മുടക്കി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സിനിമയ്ക്ക് വലിയ കോട്ടം പറ്റാത്ത ഇപ്പോൾ ജാനകി വി എന്ന പേരിൽ ചേർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. രണ്ട് സീരിയലുകൾ മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രമേയത്തിൽ വ്യത്യാസം വരുന്നില്ല. സിനിമയ്ക്ക് കോട്ടം വരാത്തത് കൊണ്ട് തന്നെ വിശാലാർത്ഥത്തിലേക്ക് വാദം കടക്കാതെ ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോയി എന്നല്ലേ അനുമാനിക്കണം. സുഹൈല, കേസിന്റെ മെറിറ്റിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് വാദം കടന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ സിനിമ എത്രയും പെട്ടെന്ന് സ്ക്രീനുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിർമ്മാതാക്കൾക്ക് മുൻപിലുള്ളത്. 27-ാം തീയതി റിലീസ് പറഞ്ഞ സിനിമയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ പേരുമാറ്റ വിവാദത്തിൽ തട്ടിയാണ് ഇത്രയും ദിവസം വൈകിയത്. ഓവർസീസ് സെയിലടക്കം നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സിനിമയെ ഒന്നാകെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മാറ്റം, സിനിമയെ ബാധിക്കാത്ത ഒരു മാറ്റത്തിൽ തങ്ങൾ അനുകൂലിക്കുന്നു എന്ന നിലപാടാണ് നിർമ്മാതാക്കൾ നിലവിൽ കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. രാവിലെ കേസ് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ 2 നിർദ്ദേശങ്ങളാണ് CBFC ഈ നിർമ്മാതാക്കൾക്ക് മുൻപിൽ വെച്ചത്. അതിലൊന്ന്, ഈ ചിത്രത്തിന്റെ പേര് JSK എന്നാണ്. അതിൽ മാറ്റം വരുത്തേണ്ടതില്ല. പക്ഷേ സബ് ടൈറ്റിലിൽ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നതിന് പകരം വി ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ജാനകി വി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ പറയണം. അതോടൊപ്പം തന്നെ ഈ സിനിമകളിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഈ ക്രോസിംഗ് നടക്കുന്ന ഈ കോടതി നടപടികൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജാനകി എന്ന പേര് പരാമർശിക്കുന്നുണ്ട്. അത് മ്യൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ വ്യക്തമാക്കിയത് ഈ ചിത്രത്തിൽ ജാനകി എന്ന പേര് പറയുന്ന രണ്ടിടങ്ങളിൽ അത് മ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കി. അപ്പോഴും ഒരു പ്രശ്നം അവർ പറഞ്ഞത് പേര് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് പറഞ്ഞു. പിന്നീട് വീണ്ടും കോടതി കേസ് 3 മണിക്ക് പരിഗണിക്കാൻ മാറ്റിവെച്ചു. അപ്പോഴാണ് നിർമ്മാതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ആ മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ്. വി അല്ലെങ്കിൽ ജാനകി വി എന്ന പേര് ഈ സിനിമ ആ പേരിലേക്ക് മാറ്റാം എന്ന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ പറയുന്നു. അവർ പറയുന്നത് ഇത് സിനിമയുടെ കോണ്ടന്റിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഞങ്ങൾക്ക് സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ സിനിമയുടെ കോണ്ടന്റിനെ ബാധിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ജാനകി എന്ന പേര് പരാമർശിക്കുന്നിടത്താണ് 2 ഇടങ്ങളിൽ 1 മണിക്കൂറും 6 മിനിറ്റിന് ശേഷം 33 സെക്കൻഡിന് ശേഷം ഒരിടത്ത് ജാനകി എന്ന പേര് പറയുന്നുണ്ട്. ആ പേര് അവിടെ മ്യൂട്ട് ചെയ്യും. മറ്റൊന്ന് 1 മണിക്കൂർ 45 മിനിറ്റും കഴിഞ്ഞ ശേഷം ജാനകി എന്ന പേര് തുടർച്ചയായി ഒരു 2 മിനിറ്റ് വരുന്നുണ്ട്. ആ ഭാഗങ്ങളിലും പേര് മ്യൂട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതായിരുന്നു CBFCയുടെ നിർദ്ദേശം. ആ നിർദ്ദേശവും നിലവിൽ സിനിമയുടെ നിർമ്മാതാക്കൾ സമ്മതിച്ചിട്ടുണ്ട്. റീ എഡിറ്റഡ് വെർഷൻ അല്ലെങ്കിൽ പുതിയ വെർഷൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ ബോർഡിന് മുൻപാകെ എത്തും. സെൻസർ ബോർഡിന് മുൻപാകെ ഈ റീ എഡിറ്റഡ് വെർഷൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ സെൻസർ അനുമതി നൽകണമെന്ന നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ഉള്ളത്. ഒരു വശത്ത് നോക്കിയാൽ സിനിമാ പ്രവർത്തകർ, അണിയറ പ്രവർത്തകർ ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. പേര് മാറ്റണം എന്ന് സെൻസർ ബോർഡ് പറഞ്ഞു, പേര് മാറ്റി മ്യൂട്ട് ചെയ്യണം എന്ന് സെൻസർ ബോർഡ് പറഞ്ഞു, മ്യൂട്ട് ചെയ്യാമെന്ന് അവർ അനുവദിച്ചു. അപ്പോഴും സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ അവർ 96ഓളം കട്ടുകൾ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. അതിൽ നിന്നൊക്കെ സെൻസർ ബോർഡ് പിന്നോട്ട് പോവുകയും ചെയ്തു. 2 കൂട്ടരും പറയുന്നത് 2 കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ വിഷയം അവസാനിപ്പിച്ചു, സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്നൊരു നിലപാട് 2 കൂട്ടരും സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സെൻസർ ബോർഡിന്റെ തീരുമാനത്തോട് യോജിക്കാനുള്ള നിർമ്മാതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയായി നമ്മൾ മനസ്സിലാക്കുന്നു. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിശാലാടിസ്ഥാനത്തിലുള്ള വാദത്തിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള വാദത്തിലേക്കോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പോയിട്ടില്ല. ഈ ചെറിയ മാറ്റങ്ങൾ അത് സിനിമയെ ബാധിക്കില്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേരുമാറ്റത്തിന് നിലവിൽ നിർമ്മാതാക്കൾ തയ്യാറായിരിക്കുന്നത്. 3-4 ആഴ്ച നീണ്ട വാദം, ഈ കോടതി അടക്കം ഒരുപക്ഷെ അണിയറ പ്രവർത്തകർക്കൊപ്പം പല ഘട്ടങ്ങളിലും നിന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ജാനകി എന്ന പേര് അത് ഇന്നിപ്പോൾ CBFCയുടെ ഭാഗത്ത് നിന്ന് വന്ന അഫിഡവിറ്റ് വിചിത്രമായ ഒരു അഫിഡവിറ്റ് ആയിരുന്നു. ഈ സിനിമയിൽ ജാനകി എന്ന പേര് അത്
അതൊരു റേപ്പ് വിക്ടിമിന്റെ പേരാണ്. അത് സീതാദേവിയുടെ അന്തസ്സിനും പവിത്രതയ്ക്കും ഒക്കെ കളങ്കം വരുത്തുന്നുണ്ട്. അത് മതവിദ്വേഷപരമായ കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഉദ്ദേശിച്ച ഒരു പേരാണ്. ജാനകി എന്ന പേരുള്ള സ്ത്രീയെ ഈ സിനിമയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്നത് ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്ന ഒരാൾ ഈ ജാനകിയുടെ ലൈംഗിക ശേഷി അടക്കം ചോദ്യം ചെയ്യുന്ന അത്തരം ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതെല്ലാം മതവിദ്വേഷത്തിന് വിധേയമാക്കപ്പെടും എന്ന ഒരു വിചിത്രമായ വാദമാണ് ഈ CBFCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ആ വാദങ്ങളൊന്നും ക്രോസ് ചെയ്യാനുള്ള നടപടിയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശാലമായ ഒരു പൂർണ്ണവാദത്തിലേക്കോ ഒന്നും ഈ കേസ് പോയില്ല. മറിച്ച് ഈ പേരുകളിൽ തട്ടി തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ വാദം നിന്നത്. അവിടെ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്തു. ഇനി ഈ JSK വേഴ്സസ് JSK എന്ന് പറയുന്ന സിനിമ JSK ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയാണെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ വിവാദങ്ങളിലൊന്നും പ്രതികരിച്ചില്ല എന്ന് ആദ്യം മുതൽ തന്നെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മൗനം തുടരുകയാണ്. പല ഡെവലപ്മെന്റ്സും ഈ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് സിനിമാ സംഘടനകൾ ഒന്നാകെ ഈ സിനിമയുടെ പേരുമാറ്റം എന്ന സെൻസർ ബോർഡ് നിലപാടിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടതാണ്. തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസിലേക്ക് സിനിമാ പ്രവർത്തകർ ഒന്നാകെ പ്രതിഷേധിക്കുന്നു. ഒരു പക്ഷേ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഇടപെടൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അവർ ആത്യന്തികമായി ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച പേരുമാറ്റത്തിന് അംഗീകരിക്കാം, അത് സിനിമയുടെ കോണ്ടന്റിനെ ബാധിക്കില്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സിനിമ അണിയറ പ്രവർത്തകർ അതിനെ അംഗീകരിക്കുകയാണ്. സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇനി സിനിമാ സംഘടനകളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അവരെന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് പേരുമാറ്റത്തിന് അണിയറ പ്രവർത്തകർ സംബന്ധിച്ചൊരു പശ്ചാത്തലത്തിൽ അതൊരു പക്ഷേ ചില അതൃപ്തികൾക്കൊക്കെ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. സിനിമാ പ്രവർത്തകരൊക്കെ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ ആ വാദങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അണിയറ പ്രവർത്തകർ തന്നെ ഞങ്ങൾ പേരുമാറ്റാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സിനിമാ സംഘടനകൾക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ എന്നുള്ളതും ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സുഹൈല.